പല പെണ്ണുങ്ങളുടെയും പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ അവർ ഉടനെ അടുത്തൊരു ഇതിലേക്ക് മൂവ് ഓൺ ചെയ്ത് പോകും. നിങ്ങളുടെ ഇതിൽ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കാമുവിന്റെ പുറകെ പോകും, അല്ലെങ്കിൽ ഒരു ലവ് അഫെയറിലേക്ക് പോകും. പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് അങ്ങനെ പോകുന്നു. നമുക്ക് നമ്മുടെ നിന്നുണ്ട് ചിലപ്പോൾ എല്ലാവർക്കും എന്നെ പോലെ തിങ്ക് ചെയ്യുന്ന വരില്ല. അപ്പൊ ഞാൻ ഹസ്ബൻഡ് അടുത്ത് പറയും, നിങ്ങൾ ചിലപ്പോൾ വാക്കുകൊണ്ട് എന്നെ ഹേർട്ട് ചെയ്യാതിരിക്കാം, പക്ഷെ ഞാനത് ഒരു സെക്കൻഡ് ആ ഫോൺ വെച്ച് കഴിഞ്ഞാൽ അത് മൈൻഡിൽ നിന്നെടുത്ത് കളയും. അത് എന്തുകൊണ്ടാന്നുള്ളത് എനിക്കറിയില്ല. അത് കളഞ്ഞിട്ട് ഞാൻ എൻ്റെ അടുത്ത കാര്യത്തിലേക്ക് ഞാൻ മൂവ് ചെയ്യും. ഗ്രേറ്റ് ക്വാളിറ്റിയാണ് ചേച്ചി ശരിക്കും. അത് ഇത്രയും ഇങ്ങനെ ഒരു മൈൻഡിനെ അങ്ങനെ സ്ട്രോങ് ആക്കി നിർത്താൻ എത്ര പേർക്ക് പറ്റും? ഫിസിക്കൽ ഇമോഷൻ നമുക്ക് എല്ലാം വേണം. ഒരു വൈഫ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മെന്റലി ആൻഡ് ഫിസിക്കലി വേണം. അപ്പൊ അത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ പറ്റൂ. പക്ഷെ രണ്ടും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പൊ നമുക്ക് ഇപ്പോൾ മാനസികമായിട്ട് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, ശാരീരികമായിട്ട് കിട്ടുമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ പുറകെ നമുക്ക് പോകാനും പറ്റത്തില്ല. നമുക്ക് മക്കളുണ്ട്, 2 കുഞ്ഞുങ്ങളുണ്ട്, അതല്ല നമുക്ക് ആവശ്യം. അപ്പം ആവശ്യം എൻ്റെ മക്കളുടെ കാര്യം. അപ്പം അവിടെ ഞാൻ സന്തോഷം, ഞാൻ മാത്രം ഹാപ്പി ആയാൽ മാത്രമേ പറ്റത്തുള്ളൂ. ബിക്കോസ് എൻ്റെ മദറോ എൻ്റെ സിസ്റ്റേഴ്സോ എൻ്റെ സിസ്റ്ററോ ബ്രദേഴ്സോ ആരും വിചാരിച്ചാൽ പറ്റും. ബിക്കോസ് എല്ലാവർക്കും എല്ലാവരുടേതായിട്ടുള്ള ഫാമിലി ആയിപ്പോയി. അപ്പോൾ അവരെ വിളിച്ചിട്ട് ഫുൾ ടൈം വിളിച്ച് അവർക്ക് എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇപ്പം ഈ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നത്തിലാണ് നിൽക്കുന്നത്.